ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹീറോൻ്റെ മാസ്റ്റർ എഡ്ജ് ആണ് വണ്ടി. ജനറൽ സർവീസായിട്ട് കയറ്റിയതാണ്. അപ്പോൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. അപ്പോൾ ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ബ്രേക്ക് ലൈനർ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇതുമ്മേ ഈ ലൈനർ പീസ് ഇതുമേന്ന് പൊളിഞ്ഞു പോയേക്കാം. ബ്രേക്ക് ലൈനറുമേന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ലൈനർ പൊളിഞ്ഞു പോയേക്കാം ബ്രേക്ക് ഷൂമേന്ന്. അപ്പോൾ നമുക്ക് ബ്രേക്ക് എന്തെങ്കിലും മാറണം. കാരണം എന്താ വെച്ചാൽ ഈ സൈഡ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ സൈഡ് ലൈനറുണ്ട്, ഈ സൈഡ് ഓൾറെഡി അതിൽ നിന്ന് ലൈനർ പൊളിഞ്ഞു പോയേക്കാം. എനിക്ക് തോന്നുന്നു ടയർ മാറ്റാൻ വേണ്ടി അയച്ചപ്പോൾ എങ്ങനെ അവിടെ ചാടിപ്പോയതായിരിക്കുള്ളൂ. പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യണം. പിന്നെ നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, അത് ഈ ഷാഫ്റ്റ് ഇതുമ്മയാണ് വീല് പിടിപ്പിക്കുക. അതിൻ്റെ ബെയറിങ് ഓൾറെഡി പോയി കിടക്കുക. ഇവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും, അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം ഷെയ്ക്ക് കാണിക്കുന്നുണ്ട്. ആ ഷെയ്ക്ക് ഉണ്ടോ, കാരണം അത് എൻ്റെ ഗിയർ ബോക്സിൻ്റെ ഉള്ളിൽ നിന്ന് വന്നാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ കറക്റ്റ് ആക്കാണ്ട് നമ്മൾ പെട്ട് കഴിഞ്ഞാലും ബ്രേക്ക് ഒരു ചതഞ്ഞ രീതിയിലായിരിക്കും അതിൻ്റെ ബ്രേക്കിൻ്റെ കണ്ടീഷൻ വരാം. ഇത് നമ്മൾ അഴിച്ച് അതിൻ്റെ ബെയറിങ് മാറ്റണമെന്നുണ്ടെങ്കിൽ ഗിയർ ബോക്സിൻ്റെ ഭാഗമാണ്. ഗിയർ ബോക്സ് അഴിച്ചിട്ട് വേണം അതിൻ്റെ ഉള്ളിൽ നിന്ന് വേണം അതിൻ്റെ ബെയറിങ് മാറ്റാനായിട്ട്. അപ്പോൾ അത് മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രീതിക്കടെ നമുക്കിനി വരാൻ പോകുന്ന ഒന്നാമത് ബ്രേക്ക് ഒരു ചതഞ്ഞ ബ്രേക്കായിരിക്കും, ബ്രേക്ക് ജാമായ ഒരു കണ്ടീഷനായിരിക്കും. അത് കൂടാതെ കൊണ്ട് തൊട്ടടുത്ത് തന്നെ നമുക്ക് ഈ സൈഡിൽ ഓയിൽ ലീക്കും വരും ഈ ഭാഗത്തായിട്ട്. അപ്പോൾ അതെന്തായാലും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗത്ത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ എയർ ഫിൽറ്ററും ഈ പറഞ്ഞ രീതിയിൽ എയർ ഫിൽറ്ററും പ്ലഗൊക്കെ ഓൾറെഡി കംപ്ലയിൻ്റ് ഉണ്ട്. പറയാൻ കാരണം എന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് കാർബറേറ്ററും കൂടി നമ്മൾ അഴിച്ചിട്ടുണ്ട്. കാരണം വണ്ടി ആക്സിലേറ്റർ കുറയ്ക്കുമ്പോൾ തന്നെ വണ്ടി പെട്ടെന്ന് ഓഫായി പോകുന്നതിൻ്റെ ഒരു റീസൺ മെയിനായിട്ട് അതാണ്. കാരണം എയർ ഫിൽറ്റർ ബ്ലോക്കാണ്. അതേപോലെ തന്നെ എയർ ഫിൽറ്റർ ബ്ലോക്കായപ്പോൾ കൂടുതലായിട്ട് പെട്രോൾ കൺസംഷൻ കൂടിയുണ്ട്. അതും പ്രകാരം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ സ്ലോ ജെറ്റൊക്കെ അത്യാവശ്യം ബ്ലോക്കാണ്. അപ്പോൾ നമുക്ക് ക്ലീൻ ചെയ്തിട്ടൊക്കെ നമുക്ക് റീസെറ്റ് ചെയ്ത് ഇടേണ്ടതായിട്ടുണ്ട്. അതേപോലെ പ്ലഗും നമുക്ക് മാറ്റിയിട്ടാലാണ് അത്രയും ഭാഗം കറക്റ്റാവുള്ളൂ. എയർ ഫിൽറ്റർ കാർബറേറ്റർ വഴി പെട്രോൾ എഞ്ചിൻ ഹെഡിലേക്ക് കയറി കത്താം. അപ്പോൾ അത്രയും ഫംഗ്ഷൻ നമ്മൾ ക്ലിയർ ചെയ്തിടണം. അത് കൂടാതെ കൊണ്ട് നമുക്ക് അതിൻ്റെ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളൊക്കെ ചെളിയുടെ അവസ്ഥ ഇതാണ്. അപ്പോൾ ശരിക്കും ഫുള്ളായിട്ടൊന്ന് ഓപ്പൺ വാഷിംഗ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും കുറേ കൂടി ബെറ്റർ കേട്ടോ. കാരണം പുറമേ നിന്ന് നമ്മൾ വാഷ് ചെയ്ത് പോകുമ്പോൾ ഉള്ളിലത്തെ അവസ്ഥ ഇതാണ്. പുറമെ മാത്രമാണ് വാഷിംഗ് നടക്കുള്ളൂ. കാരണം വെച്ചാൽ ഉള്ളിൽ ഇതേപോലെ അഴിക്കണ സമയത്തൊക്കെയാണ് നമുക്കത് കഴുകാൻ പറ്റുന്ന കഴുകി പോകുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ നോക്കണുണ്ട്. ക്ലച്ച് ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ CVT ക്ലച്ചിൻ്റെ പോർഷൻ നമുക്ക് ഗ്രീസിങ്ങിനൊക്കെ വേണ്ടി അയച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലച്ച് വർക്ക് ചെയ്തിട്ടുള്ള പൊടി കാര്യങ്ങളൊക്കെ എൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് ഗിയർ ബോക്സിൻ്റെ തന്നെ ക്ലച്ച് ഷാഫ്റ്റുമെന്ന് പറഞ്ഞ ഓയിൽ സീൽ ലീക്ക് ആയിട്ടുണ്ട്. അത് അതിൻ്റെ ഓയിലാണ് ഈ താഴേക്ക് വന്നെ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഗിയർ ബോക്സ് അഴിക്കണം. ആ കൂട്ടത്തിൽ ഓയിൽ സീലൊക്കെ മാറ്റിയിട്ട് ഗിയർ ഓയിൽ പുതിയത് ഫില്ല് ചെയ്ത് റീസെറ്റ് ചെയ്യാം. ഇതെൻ്റെ വേരിയേറ്റർ ബോഡിയാണ്. വേരിയേറ്റർ ബോഡിയും റോളറും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളൂ. അത് ശരിക്കും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി. ബെൻഡെക്സ് യൂണിറ്റ് ആയാലും വർക്കിംഗ് ഓക്കെയാണ്, നിലവിൽ വേറെ പ്രോബ്ലം ഇല്ല. ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം. ഇപ്പോഴത്തെ കണ്ടീഷനിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അതിൻ്റെ ക്ലച്ച് വെയിറ്റ് യൂണിറ്റാണ് നമ്മളൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ അതിൻ്റെ പിന്നൊക്കെ ചെറിയ ടൈറ്റ്, പിന്നുമ്മേ ക്ലച്ച് വെയിറ്റ് ഈ യൂണിറ്റ് ടൈറ്റ് ആയേക്കായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസിങ് ആയിട്ട് നടത്തുന്നുണ്ട്. ക്ലച്ച് വെയിറ്റ് മറ്റേ CVT ക്ലച്ചിൻ്റെ മെയിനായിട്ട് വേണ്ട ഒരു പാർട്ടാണ്. അതൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചാണ്. കാരണം അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓൾറെഡി ഞാൻ ജനറൽ സർവീസിലായിട്ട് വന്നതാണ്. ഗിയർ ബോക്സിൻ്റെ വർക്കും കാർബറേറ്റർ ക്ലീനിങ് ഒക്കെയാണ് നമുക്ക് അഡീഷണൽ വരുള്ളൂ കേട്ടോ. ബാക്കിത്തെ വർക്കുകളൊക്കെ ഒരു വിധം ജനറൽ സർവീസിൽ നമുക്ക് ഉൾക്കൊണ്ട് പൊക്കോളും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റിൻ്റെ സെൻട്രൽ പോർഷനൊക്കെ ആയാലും ഓൾറെഡി സെൻറ്ററിലൊക്കെ പൊട്ട് വീണിരിക്കണം കേട്ടോ. അപ്പോൾ അത് മാറ്റിയിടാണെങ്കിൽ അതാണ് ബെറ്റർ. കാരണം എന്താ വെച്ചാൽ കൂട്ടത്തിക്കടെ ആകുമ്പോൾ അത് പാർട്സിൻ്റെ പൈസ മാത്രമാണ് നമുക്ക് വരുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ഇടയ്ക്ക് അഴിച്ച് മാറണമെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് ജനറൽ സർവീസിൻ്റെ എമൗണ്ട് തന്നെ വരും ബെൽറ്റ് അഴിച്ച് മാറണമെങ്കിൽ. ബെൽറ്റ് മാത്രമൊക്കെ ചെയ്യും കേട്ടോ. നല്ലോണം പൊട്ടിയിരിക്കണേ. അപ്പോൾ അത് അത്യാവശ്യം ഓട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റി കളയാനാണ് ഏറ്റവും സേഫ്. കാരണം എപ്പോൾ വേണമെങ്കിലും അത് കംപ്ലയിൻറ്റിലേക്ക് വരാം. അത് ആ ഒരു കട്ടയായിട്ട് പൊളിഞ്ഞു പോകുന്ന ബാക്കിയത്തെ പെട്ടെന്ന് പൊളിഞ്ഞു പോയി നമ്മൾ വഴിപ്പെട്ടു പോകുന്ന സിറ്റുവേഷൻ വരും. പിന്നെ കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ചിട്ട് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം. പിന്നെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്കൊരു ബ്രേക്കിൻ്റെ കേബിൾ ടൈറ്റ് ആയതുകൊണ്ട് അത് തന്നെ നമുക്ക് തള്ളണ സമയത്തൊക്കെ ടൈറ്റ് ഫീൽ ചെയ്യണമുണ്ട് കേട്ടോ. അപ്പോൾ ആ കേബിളൊന്ന് മാറ്റിയിടാം. സ്പീഡോമീറ്റർ ഓൾറെഡി വർക്കിംഗ് അല്ല, അത് പൊട്ടിയിരിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇന്നർ മാത്രമായിട്ടല്ല സെറ്റായിട്ടാണ് വരുള്ളൂ. അത് നമുക്കത് മാറ്റിയിടേണ്ട അത്യാവശ്യമാണ്. പിന്നെ നമുക്ക് അതിൻ്റെ ബാറ്ററിയുടെ ഭാഗമൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. ബാറ്ററി നമുക്കിത് ഇരിക്കുന്ന ബാറ്ററി 2024 മോഡൽ ബാറ്ററിയാണ്. ആംബറോണിൻ്റെ ബാറ്ററിയാണ് ഇരിക്കണത്. 12 വോൾട്ട് 5 ആമ്പിയറുള്ള ബാറ്ററിയാണ്. അപ്പോൾ നമ്മൾ ബാറ്ററി കൂടി ഇത് ചെക്ക് ചെയ്ത് നോക്കണം. പുതിയ ബാറ്ററിയാണ് എങ്കിൽ കൂടി ബാറ്ററി ടെസ്റ്റും കൂടി നമുക്ക് സർവീസിൻ്റെ ഭാഗമായിട്ട് ഉള്ളതുകൊണ്ട് നമ്മൾ ചെക്ക് ചെയ്യണമെന്നുള്ളൂ കേട്ടോ. 13 വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി ടെസ്റ്റിലേക്ക് വിട്ടിട്ടുണ്ട്. അപ്പോൾ കംപ്ലയിൻസോ വണ്ടിയുടെ ബാറ്ററിയുടെ കണ്ടീഷൻ അത് കാണിക്കും. ഓക്കെയാണ്. നിലവിൽ ഇത് പുതിയ ബാറ്ററി ആകുമ്പോൾ കംപ്ലയിൻ്റ് ഒന്നും വരില്ല. എങ്കിൽ കൂടി നമുക്ക് സർവീസിൽ അത് ഇൻക്ലൂഡ് ആയതുകൊണ്ട് നമ്മളത് കൂട്ടത്തിൽ കൂടെ ചെയ്തു പോകുന്നുള്ളൂ കേട്ടോ. പിന്നെ പ്ലഗിൻ്റെ കംപ്ലയിൻറ്റിൻ്റെ കേസ് പറഞ്ഞിരുന്നല്ലോ. പ്ലഗ് ഇതാണ് അവസ്ഥ. അപ്പോൾ നമുക്ക് പ്ലഗ് മാറ്റി കയറ്റുന്നുണ്ട്. സെക്കൻഡറി ഫിൽറ്റർ ഫോം ടൈപ്പാണ്, സ്പോഞ്ച് പോലത്തെ. നമ്മൾ പിടിക്കുമ്പോൾ തന്നെ പൊടിഞ്ഞു പോകാതുണ്ടോ. അപ്പോൾ അതും ഒന്ന് ചേഞ്ച് ചെയ്തിരുന്നുണ്ട്. പിന്നെ നിലവിൽ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിലിൻ്റെ കേസ് പറഞ്ഞാൽ ഓയിൽ ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഈ പ്ലഗിൻ്റെ കണ്ടീഷൻ കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് എഞ്ചിൻ ഹെഡിനകത്ത് നല്ല രീതിയിൽ കരിയുണ്ട്. അപ്പോൾ നമുക്ക് പുറമേ നിന്നുള്ള കേസൊക്കെയാണ് ചെയ്യാൻ പറ്റുള്ളൂ കേട്ടോ. കരിയൊക്കെ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എഞ്ചിൻ ഹെഡൊക്കെ അഴിച്ച് ചെയ്യേണ്ട കേസാണ്.
നമുക്ക് പൊല്യൂഷനുമായി ബന്ധപ്പെട്ടൊക്കെ പൊല്യൂഷൻ ടെസ്റ്റിനൊക്കെ പോകുമ്പോഴാണ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ കറക്റ്റ് കണ്ടീഷൻ എങ്ങനെയാണെന്നുള്ളത്. പിന്നെ അത് കൂടാതെ കൊണ്ട് നമുക്ക് ഹാൻഡിലിൻ്റെ കവർ, ഇവിടെ ഹെഡ്ലൈറ്റ് പിടിപ്പിച്ചാൽ കവറിൻ്റെ ഭാഗമാണത്. അതിനകത്ത് സംഭവിച്ചാണെന്ന് വെച്ചാൽ ഹെഡ്ലൈറ്റ് അസംബ്ലി പൊട്ടിപ്പോയി. ഹെഡ്ലൈറ്റ് അസംബ്ലി പിടിപ്പിക്കുന്ന ഭാഗം പൊട്ടിയേക്കാണ്, ഈ വൈസറും പൊട്ടിയേക്കാണ്. ഇത് എങ്ങനെയൊക്കെ പിടിപ്പിച്ചാലും ഒന്നാമത് നമുക്ക് മാറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെഡ്ലൈറ്റും ഈ കവറും കൂടി, ആ നീല കവറുണ്ടല്ലോ, ആ കവറും കൂടി മാറ്റിയാലാണ് അതുകൊണ്ട് ഉപകാരമുള്ളൂ. അതല്ലെങ്കിൽ പിന്നെ രണ്ടും മാറ്റണ്ട, തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിട്ട് വയ്ക്കുക. പക്ഷേ സൗണ്ട് ഉണ്ടാവും എപ്പോഴും. സാധനം ഫൈബറാണ്, എങ്ങനെ നമ്മൾ നിർത്തിയാലും കറക്റ്റ് ചെയ്ത് വെച്ചാലും അത് നിൽക്കില്ല, പൊട്ടിപ്പോയിക്കൊണ്ടേ ഇരിക്കുള്ളൂ കേട്ടോ. അപ്പം മാറ്റിയിടാണെന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലം അതുമ്മ തീർന്നു. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ പിന്നാലെ നിൽക്കേണ്ടി വരും. കാരണം ഞാൻ സൗണ്ട്, ഫ്രണ്ട് സൗണ്ട്, ഹെഡ്ലൈറ്റ് ചാടി പോലും, അങ്ങനെ പല പ്രശ്നങ്ങളായിട്ട് അതിൻ്റെ പിന്നാലെ നിൽക്കേണ്ടി വരും. അപ്പോൾ നിലവിൽ നമ്മളിപ്പോൾ എസ്റ്റിമേറ്റിലൊന്നും പെടുത്തുന്നില്ല. വീഡിയോ കാണാം, കണ്ടതിന് ശേഷം ഇത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ അതനുസരിച്ചുള്ള എസ്റ്റിമേറ്റ് പറയാം. നമ്മളതല്ലാതെ കൊണ്ട് ബാക്കിത്തെ വർക്ക് ചെയ്ത് വരുമ്പോൾ ഏകദേശം എത്ര എസ്റ്റിമേറ്റ് വരും നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഞാൻ എൻ്റെ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തരാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. അതായത് ഒന്ന് സ്പീഡോമീറ്ററിൻ്റെ കേബിള്, ബ്രേക്കിൻ്റെ ഒരു കേബിള്, പിന്നെ അതുപോലെ തന്നെ കാർബറേറ്റർ ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം. അതുപോലെ പ്ലഗ്, എയർ ഫിൽട്ടർ, ബെൽറ്റിൻ്റെ കണ്ടീഷൻ, ഈ ഗിയർ ബോക്സിൻ്റെ കംപ്ലയിൻറ്റ്, ഗിയർ ബോക്സിൻ്റെ ബെയറിങ്, അതേപോലെ എൻജിൻ ഓയിൽ, അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റ്. അതായത് വാട്ടർ സർവീസ് അടക്കം ഓപ്പണായിട്ട് ഇതേപോലെ തന്നെ അഴിച്ച് വാഷിങ് ചെയ്ത് കയറ്റുന്ന അടക്കമുള്ളൊരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്തേക്കാം. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം. ഞാൻ വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്ത് തരാം. ആ നോക്കിയിട്ട് കണ്ടുകഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ. അതനുസരിച്ചിട്ട് വേണം നമുക്ക് അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ആ ഹാൻഡിൽ കവർ, ആ ഹെഡ്ലൈറ്റിൻ്റെ കേസും പൊട്ടിയേക്കണ കേസ് അത് മാറ്റുന്നുണ്ടെങ്കിൽ അതിൻ്റെ കേസും കൂടി നോക്കിയിട്ടൊന്ന് പറയണം. അത് ഈ എസ്റ്റിമേറ്റിൽ നമ്മൾ പെടുത്തുന്നില്ല. പിന്നെ നമുക്ക് അതിൻ്റെ ഈ വീൽ ഹബിനകത്തുണ്ടല്ലോ സ്ക്രാച്ചസ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതെന്ന് വെച്ചാൽ ആ ലൈനർ പൊളിഞ്ഞ് പോയിട്ടാണ് നമ്മൾ ഓടിക്കൊണ്ടിരുന്നത് ഇതിനകത്ത്. അപ്പോൾ അതിൻ്റേതായ ഒരച്ചിലാണ് ഈ വന്നേക്കണം കേട്ടോ. അപ്പോൾ അതൊന്ന് പോളിഷ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പ്രോബ്ലം ക്ലിയർ ചെയ്ത് പോയിക്കോളും. എന്നിട്ട് വേണം നമുക്ക് ലൈനർ മാറ്റിയിടാനായിട്ട്. അതിപ്പോൾ ഈ ഗിയർ ബോക്സും ബാക്കിയത്തെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലാണ് അത് ചെയ്തിട്ടും കാര്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനത് നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. അപ്പോൾ അത് കണ്ടുകഴിയുമ്പോൾ ഒന്ന് റിപ്ലൈ ഇട്ടാൽ മതി.